കാഴ്ചകളിലേക്ക് സ്വാഗതം. അമ്മേ, ഓട്ടോ വന്നു. എന്റെ കർത്താവേ, ഓട്ടോ വന്നു. ഈ മക്കളൊന്നും ഒരുങ്ങി കഴിഞ്ഞില്ലല്ലോ. എടാ ജിയോ, ആ കുഞ്ഞിനെ ഷർട്ട് ഇടിക്കടാ. അമ്മ, എന്നെ മലയാളം ബുക്ക് കിട്ടിയില്ല. അതില്ലാതെ ക്ലാസ്സിൽ തന്നെ എന്നെ ടീച്ചർ പുറത്താക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു ഷർട്ട്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. നീ വേഗം കാപ്പി എടുക്ക്. ആടെ നിക്കടാ. എനിക്കൊരു 5-6 കൈയൊന്നും ഇല്ല. ഇവര് സ്കൂളിൽ അയച്ചു കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാം. സമയം പോയിട്ടോ. അങ്ങ് മാറി നിക്കടാ. ഞാൻ ആദ്യം. അമ്മേ, വെള്ളം വേണ്ടാട്ടോ. നിക്ക്, ജിലുമോളുടെ വാട്ടർ ബോട്ടിൽ കൂടി ഒന്ന് എടുക്കട്ടെ. മോളെ ജിലു, നീ വെള്ളം എടുത്തില്ല. ഓ, അയ്യാ. ഓ, ബൈ. ജോർജ്, ജോർജ്, ജോർജ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചാ. ജോർജിന് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? പിള്ളേരെല്ലാം പറഞ്ഞു വിട്ടപ്പം ലേറ്റ് ആയച്ചാ. ഇനിയിപ്പം ഹാഫ് ഡേ ലീവ് എടുക്കാം. അച്ഛാ, മക്കളൊക്കെ ഇപ്പൊ സ്കൂളിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പടക്കളം കണ്ടപ്പോ മനസ്സിലായി. അച്ഛൻ വന്നപ്പോ വീട് കിടക്കുന്നത് കണ്ടാ മതി. പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ ആന്നേ. ഇതിത്തിരി കൂടുതലാ. എത്ര ശ്രമിച്ചിട്ടും അവരെ മെരുക്കെടുക്കാൻ പറ്റുന്നില്ല. അച്ഛൻ കുട്ടികളുടെ സൈക്കോളജി ഒക്കെ പഠിച്ച ആളല്ലേ? ശരിയാച്ചാ, ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടുകയാ. ഇവരെ എങ്ങനെ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറ്റും? എത്ര വഴക്ക് പറഞ്ഞിട്ടും വാരി വലിച്ചെറിഞ്ഞുള്ള ശീലം ഇവർ മാറ്റുന്നില്ല. കുട്ടികളുടെ ശിക്ഷണത്തിൽ എളുപ്പമുള്ളതും എല്ലാവരും ഉപയോഗിക്കുന്നതുമായ 2 കാര്യങ്ങളാണ് വഴക്ക് പറച്ചിലും ഉപദേശവും. ഇത് രണ്ടും മാറി മാറി പ്രയോഗിക്കുന്നുണ്ട്. ഇവ രണ്ടിനേക്കാളും ഗുണകരമായ മറ്റൊന്നാണ് പ്രോത്സാഹനവും നല്ല മാതൃകയും. ഇങ്ങനെ വീട് മുഴുവൻ അലങ്കോലമാക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം കിട്ടിയാലോ? ഞാനൊരു ഉപായം പറഞ്ഞ നിങ്ങൾ അനുസരിക്കുവോ? തീർച്ചയായും. അമ്മേ, ട്യൂഷന് പോകാനുള്ള ചായ എടുക്ക്. എനിക്ക് ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട്. മമ്മി, ചായ താ. ആന സ്റ്റോക്കില്ല, ആനമുട്ടയുണ്ട്. മതിയോ? പോ മമ്മി, വെറുതെ കോമഡി അടിക്കല്ലേ. വിശന്നിട്ടാണ് ഞങ്ങക്ക് കണ്ണ് കാണാൻ വയ്യ. അപ്പഴാ എന്തെങ്കിലും മത്സരമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ഇനി മുതൽ പോയിന്റ് ഉണ്ട്. കൂടുതൽ നന്മ ചെയ്താൽ കൂടുതൽ പോയിന്റ്. പുതിയൊരു നമ്പർ. ആരാ? അച്ചാച്ചനാണോ ഇതിന്റെ ബ്രെയിൻ? ബ്രെയിൻ അമ്മ എന്താ മോശമാണോ? ലേ അമ്മേ. പക്ഷേ ഇവിടെ വർക്കൗട്ട് ആവുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ പോവാണേ. Yes, you can. എന്താടാ വിളിച്ചു പോകുന്നേ? അത് സത്യമായിരുന്നോ? ഈ ബാഗ് റൂമിൽ കൊണ്ടുവച്ച 10 പോയിന്റ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ കൊണ്ടുവച്ച എനിക്ക് 30 പോയിന്റ്. അങ്ങനെ നീ മേടിക്കണ്ട, എനിക്കും വേണം പോയിന്റ്. അയ്യോ, എന്റെ ബാഗ് എന്താ?
ജിയോ ചേട്ടനാ. ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക്. ഇന്ന് വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. എന്ന് വെച്ചാ 1.5 മണിക്കൂർ. അതെന്താ അങ്ങനെയൊരു സമയം? ഇന്ന് യൂണിറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് വികാരിയച്ഛൻ ഈ വഴി വരുന്നുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്നാ സമ്മാനം കിട്ടുക. യെസ്, 1.5 മണിക്കൂർ. ഐ ക്യാൻ, ഐ വിൽ, ഐ വിൻ. തോൽക്കുന്നതുവരെ ഈ ആത്മവിശ്വാസം നല്ലതാ. നിന്നെ ഞാൻ വേണ്ട, ക്ഷമിച്ചാലാണ് ലാഭം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളുടെ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ അലക്കാൻ പോവാ. അയ്യോ, ഞാനിത് മറന്നു. ആ, ഒരു കാര്യം ചെയ്യാം, നിലം തുടയ്ക്കാം. അയ്യോ, എനിക്കൊരു പടിയില്ലല്ലോ. അമ്മേ അമ്മേ, എനിക്കൊരു പടിതാ. ഞാൻ മോന് പണിയൊന്നും തരികയില്ല. അത് മോൻ സ്വയം കണ്ടെത്തണം. എന്നാലേ മോന് പോയിന്റ് കിട്ടുള്ളൂ. എനിക്ക് പടി കിട്ടിയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളെ. ഇരി. ആഹാ, 3 പേർക്ക് ഒരേ മാർക്കാണല്ലോ. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. അതച്ചോ, ജിയോയ്ക്ക് കിട്ടേണ്ട പോയിന്റ് അനിയന് കിട്ടാൻ വേണ്ടി പരിത്യാഗം ചെയ്തതാ. ഇതാണ് വലിയൊരു നന്മ. ഇപ്പൊ 3 പേരും വിജയിച്ചിരിക്കുന്നു. മറ്റൊരാളെ തോൽപ്പിക്കാതെ നമുക്ക് ജയിക്കാനാവുമെന്നുള്ളതിന്റെ തെളിവാണിത്. ഇനി സമ്മാനദാനമാണ്. 3 പേരും നന്നായി അധ്വാനിച്ചു. സമ്മാനവും 3 പേർക്കുമായി. ഈ സുദിനത്തിന്റെ ഓർമ്മയ്ക്കായി നമുക്കൊരു സെൽഫി എടുക്കാം. ദൈവപുത്രനായ യേശു ഇഹലോകത്തിൽ 33 വർഷം ജീവിച്ചെങ്കിലും അവിടുത്തെ പരസ്യജീവിതം വെറും 3 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 3 വർഷങ്ങൾ കൊണ്ട് കർത്താവ് എത്രമാത്രം പ്രവൃത്തികളാണ് ചെയ്തത്. നമുക്കറിയാം, മുഖ്യമായും അവിടുത്തെ ഭരമേൽപ്പിച്ച രക്ഷാകര ദൗത്യം അവിടുന്ന് പൂർത്തിയാക്കി. നാം ഇന്ന് യേശുവിനെ വിലയിരുത്തുമ്പോൾ, അവിടുത്തെ പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ പറയുമായിരിക്കും, അവിടുന്ന് ദൈവമായിരുന്നത് കൊണ്ടാണ് അവിടുത്തേക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന്. പക്ഷേ ഇഹലോകത്തിൽ അവിടുന്ന് ആയിരുന്നപ്പോൾ അവിടുത്തെ ദൈവത്വം എന്നതിനപ്പുറത്ത് മനുഷ്യത്വം കൂടുതൽ പ്രകടമാക്കാനാണ് അവിടുന്ന് ശ്രദ്ധിച്ചത്. തൻ്റെ രക്ഷാകര ദൗത്യം അവിടുന്ന് പൂർത്തിയാക്കുമ്പോൾ അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇഹലോകത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിൽ തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എത്ര കണ്ട് വിശ്വസ്തയോടെ ചെയ്യണം എന്ന് കാണിക്കാനാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയിൽ അവർ മാതൃകയാക്കേണ്ട മറ്റൊരു വ്യക്തിത്വമില്ല. അത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിൻ്റെ വ്യക്തിത്വമാണ്. സ്വർഗസ്ഥനായ പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം അവിടുന്ന് ആത്മവിശ്വാസത്തോടുകൂടെ പൂർത്തിയാക്കുന്നു. സ്വാശ്രയ ബോധത്തോടുകൂടെ അവിടുന്ന് അത് നിർവഹിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയ ശീലം ഇല്ലാതെ പോകുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്ത ഒരു യാത്രയെക്കുറിച്ചാണ് ഓർക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന കുടുംബത്തെ ഞാൻ ശ്രദ്ധിച്ചു.
കുടുംബനാഥനും കുടുംബനാഥയും മകനുമുണ്ട്. ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഈ ചെറുക്കന് 12-13 വയസ്സെങ്കിലും വരും. അപ്പനും അമ്മയും ഇവനും ഭക്ഷണം കഴിക്കുന്നു. ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. ഈ അപ്പൻ ചോറുരുട്ടി മകന് കൂടെ എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ തന്നെ എടുത്ത് കഴിക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഒരു തവണ പോലും ഈ മകൻ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതായി ഞാൻ കണ്ടില്ല. അമ്മ ചോറുരുട്ടി കൊടുക്കുന്നു, അപ്പൻ ചോറുരുട്ടി കൊടുക്കുന്നു, അവനെ മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഫോണിൽ കാർട്ടൂൺ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഇവന് തന്നെ ഒന്നെടുത്ത് ഭക്ഷിക്കാൻ മേലേ? അപ്പനും അമ്മയും ചോറുരുട്ടി കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തീർച്ചയായും മക്കളോടുള്ള സ്നേഹവും ലാളനയൊക്കെ പ്രകടിപ്പിക്കാൻ നല്ലതാണ്. പക്ഷേ ഇവനും കൂടെ അത് ചെയ്ത് ശീലിക്കേണ്ടതല്ലേ? ഇത് നിസ്സാര കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നേരാവണ്ണം പോകാതെ പോകുമ്പോൾ അത് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ദോഷകരമായ കാര്യങ്ങൾക്ക് കാരണമായി തീരുമെന്നത് വ്യക്തമായ കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയശീലം ഉണ്ടാവേണ്ടതാണ്. അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് തീർച്ചയായിട്ടും ഇത് ഏറെ സഹായിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുടുംബനാഥ വലിയൊരു പരിഭവം പറഞ്ഞു. പരിഭവം ഇതാണ്: മകളുടെ 10ാം ക്ലാസ് പരീക്ഷയാണ്. അവൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് താൻ പഠിക്കണം. കാരണം LKG തൊട്ട് ഈ കുഞ്ഞ് പഠിച്ചു വന്നപ്പോൾ ഇവളെ ഏറെയും പഠിപ്പിച്ചത് ഈ അമ്മ തന്നെയായിരുന്നു. ആ LKGയിൽ തുടങ്ങിയ ഈ അധ്വാനം 10ാം ക്ലാസ് ആയിട്ട് നിന്നിട്ടില്ല. ഇവൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ട്യൂഷനുണ്ട്. അതല്ലാതെ അമ്മ ഇതെല്ലാം പഠിച്ചിട്ട് ഈ കൊച്ചിനെ പഠിപ്പിക്കണം. ഞാൻ പറയും, ഇത് വലിയ അപകടകരമായൊരു സാഹചര്യമാണ്. മുമ്പോട്ട് പോകുമ്പോൾ തന്നിൽ തന്നെ ആശ്രയിച്ച് ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കുഞ്ഞ് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തനിക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളൊരു വിചാരം, തനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യമുണ്ടാകും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു അപ്പനും അമ്മയും മകളും കൂടെ എന്നെ കാണാൻ വന്നു. ഈ പെൺകുട്ടിയുടെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിലെ 3 മക്കളിൽ ഇളയവളാണ് അവൾ. മൂത്ത ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇവളുടെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. കല്യാണം പലതും വരുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഇതിനു മുൻപ് ഈ പെൺകുട്ടിയും മാതാപിതാക്കളും കൂടെ എന്നെ വന്ന് കണ്ടപ്പോൾ ആ പെങ്കൊച്ചിനോടും മാതാപിതാക്കളോടും ഞാൻ ചോദിച്ച കാര്യമുണ്ട്: വീട്ടിലെ കാര്യങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ തന്നെ ചെയ്യാൻ പ്രാപ്തിയായോ ഇവൾക്ക്? ഈ മാതാപിതാക്കളും ആ പെൺകുട്ടിയും പറഞ്ഞു, എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, തന്നെ പാചകം ചെയ്യുമോ? രാവിലെ അതിനുവേണ്ടി എഴുന്നേക്കുമോ? വീടൊക്കെ വൃത്തിയായി തുടച്ച് ചെയ്യുന്നതിന്, വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവളെ സംതൃപ്തമായ ഉത്തരമല്ല നൽകിയത്. മാതാപിതാക്കളും അതിനെക്കുറിച്ച് ഖേദിച്ചു. ഞാനതിലും 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. വന്നപ്പോൾ വീണ്ടും അവൾ എന്നോട് സംസാരിച്ചു, മാതാപിതാക്കളും സംസാരിച്ചു. ഞാൻ ചോദിച്ചു, മാറ്റമൊക്കെ ഉണ്ടായോ? അവൾ പറഞ്ഞു, മാറ്റം ഉണ്ടായി. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു, ശരിയാണോ? എന്നോട് പറഞ്ഞു, മച്ചാ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പാചകത്തിന് സഹായിക്കാൻ ഒരു സ്ത്രീ വരുന്നുണ്ട്. വീടും അടുക്കളയും ഒക്കെ തുടച്ചിടാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, അലക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ അലക്കാനും തുടയ്ക്കാനും പാചകം ചെയ്യാനും ഒക്കെ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ട്. പിന്നെ ഈ പെൺകുട്ടി എന്നാ ചെയ്യുന്നത്?
നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാശ്രയശീലത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിലെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇന്ന് പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, പ്രായമായ മാതാപിതാക്കളെ അവരുടെ മക്കൾ നോക്കുന്നില്ല എന്നത്. പ്രായമായ മാതാപിതാക്കളെ അവർ നോക്കാതെ പിന്നെ എന്നാ ചെയ്യുന്നത്? ഹോം നേഴ്സുമാരെ വയ്ക്കുക. അപ്പനും അമ്മയും പ്രായമാകുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന എന്താ? മക്കളല്ലേ, കൊച്ചുമക്കളെ തങ്ങളെ ശുശ്രൂഷിക്കണമെന്ന്. ഒരു ഹോം നേഴ്സ് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അവർ ആസ്വദിച്ച് കഴിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സന്തോഷത്തോടെ മക്കളും കൊച്ചുമക്കളും എടുത്തു കൊടുക്കുമ്പോൾ ഭക്ഷിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ജന്മം നൽകി വളർത്തുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ചെയ്യിച്ച് ശീലിപ്പിക്കുക തന്നെ ചെയ്യണം. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ കുടുംബങ്ങളിൽ മക്കളേറെ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ അവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിരുന്നു. എന്നതുപോലെ തന്നെ ആ വീടിനോടും കുടുംബാംഗങ്ങളോടുമുള്ള ബന്ധം അവർക്ക് ഉണ്ടായി എന്നതാണ് സത്യം. ഇന്ന് പലപ്പോഴും നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ജനിച്ചു വളർന്ന വീടിനോട്, കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട് മക്കൾക്ക് ബന്ധമില്ലാതെ പോകുന്നു. ആത്മവിശ്വാസത്തോടുകൂടെ തങ്ങളെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുന്ന മക്കൾക്ക് അവരറിയാതെ തന്നെ ആ വീടിനോടും കുടുംബത്തോടും മാതാപിതാക്കളോടും ആത്മാർത്ഥതയും ബന്ധവും ഉണ്ടാവുകയാണ്. ഈ ആത്മാർത്ഥതയും ബന്ധവും ആരോഗ്യകരമായ കുടുംബ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്വാശ്രയ ബോധം ഉണ്ടാവണം ഇന്ന് മക്കൾക്ക്. സ്വാശ്രയ ബോധത്തിൽ വളരുന്ന മക്കൾ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും അഭിമാനകരമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളായിത്തീരും. നമുക്കറിയാമല്ലോ, ഇത്തരത്തിൽ സ്വാശ്രയ ബോധത്തോടുകൂടെ തങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് ശീലിച്ച മക്കളാണ് പിന്നീട് രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് ബുദ്ധിയുടെ തലത്തിൽ, കഴിവിൻ്റെ തലത്തിൽ ഏറെ മുമ്പിലാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം പറയുമ്പോഴും അവരിൽ പലർക്കും സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി വലിയ സംഭാവനകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയാണ്. വിശാലമായ ലോകത്തിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടെ കുട്ടികൾക്ക് പോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമൂഹമായ, ചെറിയ സമൂഹമായ കുടുംബത്തിൽ ആത്മവിശ്വാസം അവർക്ക് നൽകുന്ന രീതിയിൽ, സ്വാശ്രയ ബോധം അവർക്ക് നൽകുന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ മക്കളിൽ മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടാവണം. മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരിത് ഏൽപ്പിച്ചാൽ ഭംഗിയായി ചെയ്യുമെന്നുള്ള വിചാരം ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഒരു കാര്യം ഏൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ സ്വാശ്രയ ശീലം, സ്വാശ്രയ ബോധം കുഞ്ഞുങ്ങളിൽ വളർത്താൻ വേണ്ടി കുടുംബത്തോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളെ അവർക്ക് ഭരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് വ്യക്തിപരമായി അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് അവരെ പിന്തുണയ്ക്കാം എന്നതിനപ്പുറത്ത് അവരെ പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നും എന്നും അഭിമാനിക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെക്കുറിച്ച്, അവരുടെ വളർച്ചയെക്കുറിച്ച് മറ്റെല്ലാവരും നന്നായി പറയുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല. നല്ല കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കാൻ ദൈവം നമ്മളെ നിയോഗിച്ചെങ്കിൽ നമ്മുടെ മക്കളെ നന്നായി വളർത്തുന്നതിനും നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബം എന്നും നിലനിൽക്കേണ്ടതാണ്.
എൻ്റെ പേര് ഷൈജു മാത്യു എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കര ഇടവകയിലാണ് താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങൾ വലിയ ഞെരുക്കങ്ങളുടെയും വലിയ സങ്കടങ്ങളിലൊക്കെ ആയിരുന്നു. ഞാൻ വിവാഹത്തിലൂടെ ജെറീനയുമായൊരു ജീവിതബന്ധം തുടങ്ങിയപ്പോഴുണ്ടായ ആദ്യകാലങ്ങൾ വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവത്തിൻ്റെതായിരുന്നു. ഞാൻ ജിസ്യൂത്ത് മുന്നേറ്റത്തിലൂടെയാണ് ഈശോയെ കണ്ടെത്തുകയും ഈശോയുടെ സ്നേഹം അറിയുകയും അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വലിയ ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഈ ഒരു ദൈവരാജ്യ ശുശ്രൂഷയിൽ എനിക്ക് ഏർപ്പെടാൻ പറ്റുമോ, വരുന്ന ജീവിത പങ്കാളി എങ്ങനെയുള്ളതായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നന്മകൾ ചെയ്യുവാൻ എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഭാര്യയാണ്. ഞാൻ കല്യാണത്തിന് മുൻപ് തൊട്ടേ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ലൊരു ദൈവഭയമുള്ള ഒരു ഭർത്താവിനെ, കരുതലുള്ള ഭർത്താവിനെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. വളരെ നല്ലൊരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് തന്നത്. ഷൈജേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ആദ്യമൊക്കെ എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ പിന്നീട് ഒരു ധ്യാനത്തിൽ കൂടുകയും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടവരാണ് എന്ന ഒരു ചിന്ത എനിക്ക് ഉണ്ടാവുകയും ഷൈജേട്ടനെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ മക്കൾ വേണം എന്ന് ഷൈജേട്ടൻ പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്, പ്രത്യാശ നമ്മെ നിരാശ ആക്കുന്നില്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. വരുവിൻ, നമുക്ക് എഴുതപ്പെടാം. വിജയം നൽകുന്നത് കർത്താവാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഞാനും മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. മാതാവിൻ്റെ ഉപദേശം രക്ഷിച്ചത് ദൈവഭക്തിയാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. കുഞ്ഞുങ്ങളെ പോലെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം. ഞാനും പിതാവും ഒന്നാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഞങ്ങൾ ഈ ഒരു ദൈവ സ്നേഹം അറിഞ്ഞ കാലം തൊട്ട് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ കരുതലിലും വളരാനായിട്ട് പരിശ്രമിച്ചു. ഞാനെന്ന് ഓർക്കുകയാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ലേ. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിറയാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാലങ്ങളിലൊക്കെ ഞാനെന്ന് ഓർക്കുകയാണ്, ഞങ്ങൾ കൈകൾ വിരിച്ച് ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരിക്കലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് പണിയുക എന്നുള്ളത്. അത് പള്ളിയുടെ അടുത്തൊരു വീടുണ്ടാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ അതിനൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചു. ഞാനെന്ന് ഓർക്കാണ്, അതിൽ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അതിലുണ്ടായൊരു സംഭവം. വീട് പണിയുടെ അവസാന ഘട്ടത്തിയപ്പോഴേക്കും പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ട്, വലിയ സാമ്പത്തിക ഞെരുക്കം. അപ്പോൾ ഞാൻ ഭാര്യയോടൊന്നും പറയും, വളരെ ഞെരുക്കത്തിലാണ് പോകുന്നത്. അവർ സാലിഷേട്ടാ കാത്തിരിക്കുക, ദൈവം അനുഗ്രഹിക്കും. ജെറീന നൽകുന്ന അല്ലെങ്കിൽ വലിയ പ്രോത്സാഹനം ഒരു വലിയ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരുന്നൊരു കാലഘട്ടം. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ പിറ്റേ ദിവസം പൈസ കൊടുക്കാൻ, പണിക്കാർക്ക് കൊടുക്കാനായിട്ട് തന്നെ പൈസയില്ല. ജെറീന പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഇതിൽ ഇടപെടും. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസത്തെ ദിവ്യബലിയിലും ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു, വചനമേറ്റ് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാർത്ഥന ആദ്യ സമയങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. ഭാര്യയോട് ഞാൻ പറഞ്ഞു, വേറെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അവസ്ഥ, സാമ്പത്തികമായിട്ട് ഇന്നത്ര ഒരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്നുള്ളതൊന്നും. അങ്ങനെ ഞാനും ജെറീനയും വളരെ ശക്തമായിട്ടിരുന്ന പ്രാർത്ഥന. ആദ്യ സമയങ്ങളിലൊക്കെ വചനമേറ്റ് പറയാൻ തുടങ്ങി, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള വചനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, പ്രാർത്ഥിച്ചു. പക്ഷെ നേരം വെളുത്തു രാവിലെ 10 മണി 11 മണി 12 മണിയൊക്കെ ആയപ്പോഴും പൈസയുടെ കാര്യം മാത്രം നടന്നില്ല.
അപ്പോൾ ഞാൻ ജെറിനോട് പറഞ്ഞു, എന്തായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ജെറിന് പറഞ്ഞു, സാറില്ല ചേട്ടൻ കത്തിരിക്കും, ദൈവം അനുഗ്രഹിക്കും. വളരെ ശാന്തതയോടെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആയപ്പോഴും പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും പൈസ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി സംഭവം ഒന്നും നടക്കാൻ വഴിയില്ല. ഞാൻ വലിയ സങ്കടത്തോടെ ഞാൻ പൈസയ്ക്ക് മറ്റു വഴികൾ നോക്കി. ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. അപ്പോൾ ഞാൻ സ്വർണം കുറച്ച് വിറ്റ് കാശ് മേടിക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു. ഞാൻ വിറ്റ് തിരിച്ച് വരുന്ന സമയത്ത് ഭാര്യ വിളിച്ചു, പിന്നെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഭാര്യയുടെ അനിയൻ ജസ്റ്റിൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അനിയനുണ്ട്. അവൻ ചോദിച്ചു, എന്താ ഈ വീട് പണിയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. തുടർന്ന് അവൻ പറഞ്ഞു, അവൻ എൻ്റെ കയ്യിലൊരു പുതിയ തന്നിട്ട് പറഞ്ഞു, ചേട്ടാ 2 ലക്ഷം രൂപയുണ്ട്, വീട് പണി കണക്കല്ലേ, എന്തായാലും പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ, കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. ഞാനത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനാണ്. ഞങ്ങൾ എന്നും വചനേറ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലും ഈ ഒരു കർത്താവ് കൃത്യസമയത്ത് കാര്യം നടത്തുന്നതിനാണെന്നുള്ളൊരു തിരിച്ചറിവും ഞങ്ങൾക്ക് കിട്ടുന്നൊരു അനുഭവമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുടുംബങ്ങൾക്ക് രൂപം കൊടുത്ത അവിടുന്ന് ആ കുടുംബത്തിൻ്റെ തുടർച്ച ആഗ്രഹിക്കുന്നല്ലോ. വരും തലമുറകളിൽ അവിടുത്തോടുള്ള ബന്ധത്തിൽ വളരുന്ന മക്കളുണ്ടാകാൻ, അവിടുന്ന് ആശ്രയം വെച്ചുകൊണ്ട് നീങ്ങുന്ന മക്കളുണ്ടാകാൻ തക്കവിധം അവിടുന്ന് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജനിച്ച് വളരുന്ന മക്കൾ ആത്മവിശ്വാസത്തോടെ, സ്വാശ്രയബോധത്തോടെ വളരാൻ തക്കവിധം അവിടുന്ന് ഇടവരുത്തണമേ. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്നവ മാതാപിതാക്കൾ അവരെ ഏൽപ്പിച്ച് കൊടുക്കത്തക്ക രീതിയിൽ അവരെ വിശ്വസിക്കാൻ തക്കവിധം അവിടുന്ന് മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.